നമസ്കാരം. സി അച്യുതമേനോന്റെ നേതൃത്വത്തിലാണ്. ഞാനിപ്പോ എന്തായിരുന്നു കട്ടപ്പനയിലാണ്. സിപിഐക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സിപിഐക്ക് കോൺഗ്രസിന്റെ എംഎൽഎമാരുണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു പ്രതിഷേധവുമായി ഭാഗമായി ഞങ്ങളിപ്പോ ഈ കട്ടപ്പന മുഖ്യമന്ത്രിയാക്കുകയുണ്ടായത്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി BR അംബേദ്കറിന്റെയും നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെയും സ്റ്റാച്യുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റാച്യുവിന് മുമ്പിൽ നിന്ന് എന്തൊക്കെയായിരുന്നു ദയാനന്ദൻ ഫോട്ടോ മീഡിയ. അതിനുവേണ്ടി കേരളത്തിലെ തിരുവിതാംകൂർ രാജാവിന്റെ പ്രതിനിധിയിൽ തമ്മിൽ ഒപ്പിട്ടതാണ് 1886 മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം 999 കൊല്ലത്തേക്കാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ രാജാവിൽ നിന്നും എഴുതി വാങ്ങിയത്. അങ്ങനെ എഴുതി വാങ്ങിയ കരാറ് വിവാദമായ കരാറാണ് എന്നതിന് സംശയം വേണ്ട. കാരണം കെട്ടുന്ന കാര്യം ആ കരാറിൽ പറഞ്ഞിട്ടില്ല. കരാറിരിക്കുന്ന പ്രദേശം 999 കൊല്ലത്തേക്ക് എഴുതി വാങ്ങിയത് വരുന്ന വെള്ളം പടിഞ്ഞാട്ടൊഴുകിയ, അതായത് കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ജലം അതിനെ തിരിച്ച് കിഴക്കോട്ടാക്കി തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്നതിനുള്ളതാണ് ആ ഭൂമി എന്നാണ് കരാറിൽ ഉണ്ടായിരുന്നത്. പടിഞ്ഞാട്ട് ഒഴുകിയിരുന്ന വെള്ളത്തെ കിഴക്കോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതിനായിരുന്നു ആ കരാറ്. ആ കരാറിൽ ഡാം പണിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ അവർ 9 കൊല്ലം കൊണ്ട് ഡാം ഉണ്ടാക്കുകയും ആ ഡാമിൽ ശേഖരിച്ച വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിലെ സാഹചര്യം നമുക്കെല്ലാം അറിയാം. ഒരു കാലത്ത് ഈ 1886 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ജലത്തിന്റെ ദൗർലഭ്യം അതിഭയാനകമായിരുന്നു എന്നതാണ് അതിന് കാരണം. തീർച്ചയായും തമിഴർക്ക് വെള്ളം കൊടുക്കുന്നത് നമ്മൾ ആരും എതിരല്ല. വോയിഡായി എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വോയിഡ് എന്ന് പറഞ്ഞാൽ അബിനേഷ്യോ വോയിഡ് എന്നത് നിയമത്തിലെ ഒരു ഭാഷയാണ്, നിയമത്തിലെ ഒരു വാക്കാണ്. കരാർ ലംഘനമാണ്. അതുകൊണ്ടാണ് കരാർ അസാധുവാകുന്നത്. കരാറിൽ പറയാത്ത കാര്യം ചെയ്താൽ കരാറിനെ അസാധുവാക്കാം. പക്ഷേ അങ്ങനെ ഒരു തർക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇക്കാലം അത്രയുമായിട്ട്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ 999 കൊല്ലത്തേക്ക് ബ്രിട്ടീഷുകാർ എഴുതിയാത്ത കരാർ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ സ്വാഭാവികമായ അസാധുവായതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ അസാധുവായ കരാർ ഇന്ന് എങ്ങനെ നിലനിൽക്കുന്നു എന്ന ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മലയാളികളുടെ എല്ലാം മുന്നിൽ എന്ന് നാം മനസ്സിലാക്കിയത് 2013-14 കാലഘട്ടങ്ങളിൽ ജയലളിത നടത്തിയ ഒരു പ്രസ്താവന നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇതിന്റെ പിന്നിൽ വലിയ മാറുന്ന അഴിമതികൾ ഇക്കാലം അത്രയായിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സംഘടനകളുടെ കൂട്ടായ്മയാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി എന്നത്. 2014 ഫെബ്രുവരിയിലാണ് ഞങ്ങളതിന് സമരപ്രഖ്യാപനം. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് നമ്മൾ ഇന്നലെ രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് ആരംഭിച്ച ജാഥ, മുല്ലപ്പെരിയാർ ലോങ് മാർച്ച് നിന്ന് ആരംഭിച്ച്
ഇവിടെ കട്ടപ്പനയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജാഥ തീർച്ചയായും നമ്മുടെ ഈ പ്രശ്നത്തിന്, മുല്ലപ്പെരിയാറിന്റെ പ്രശ്നത്തിന് കേരളത്തിലെ 1.5 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാരം വേണം, അത് ഉടനടി ഉണ്ടാകണം എന്ന കാര്യത്തിന് സംശയം വേണ്ട. കേരളത്തിലെ 7 ജില്ലകൾ മുല്ലപ്പെരിയാറിന്റെ ഭീതിയിലാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇടുക്കി മാത്രമല്ല, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട, കൊല്ലം, ഇത്തരം 7 ജില്ലകൾ മുല്ലപ്പെരിയാറിന്റെ ഭയാശങ്കയിൽ കഴിയുന്ന ജനങ്ങളാണ്. രാജ്യത്തെ ഏതൊരു പൗരനും, നമ്മുടെ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടുള്ള നമ്മുടെ രാജ്യത്തുള്ള ഏതൊരു പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ 1.5 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവനും സമ്പത്തിനും സംരക്ഷണം നൽകാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ ഭീതിക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തമിഴ്നാടിന് പകരം വെള്ളം നൽകുന്നതിനുള്ള പുതിയ കരാർ ഉണ്ടാക്കുന്നതാണ് ആവശ്യം. മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക, തമിഴ്നാടിന് ജലം നൽകുവാൻ പുതിയ കരാർ ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായും ഈ നാട്ടിലെ ചിന്തിക്കുന്ന ആളുകൾ, സ്വന്തമായി ചിന്തിക്കുന്ന ആളുകൾ ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ ഞങ്ങളൊപ്പം നിൽക്കണമെന്നും ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ ഇത് വിജയം വരെയും പോരാടുമെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ 130 കൊല്ലം തികയുന്ന നമ്മൾ ജന്മദിനം ആഘോഷിക്കുകയാണ്. അത് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാം ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. 2014 സുപ്രീം കോടതിയിൽ വിധി പറഞ്ഞപ്പോൾ തമിഴ്നാട് അനുകൂലമായിട്ട് തന്നെ കേരളം തോറ്റുകൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സുപ്രീം കോടതി ചോദ്യത്തിന് ഒരു ഉത്തരം പോലും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? കാരണം കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. അതുപോലെ തന്നെ 2014 സുപ്രീം കോടതി വിധി പറയുമ്പോൾ നമ്മുടെ 50 അടി ഹൈറ്റില് ടണൽ സ്ഥാപിച്ച് വൈഗാ നദിയിലേക്ക് തമിഴ്നാട് ജലം കൊടുക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ടണലുകൾ സ്ഥാപിച്ച് സെൻട്രൽ ഗവൺമെന്റ് അവിടെ ഡാം പണി അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ പണ്ടത്തെ ടണലുകളൊക്കെ മാറ്റി അവിടെ കൃഷിഭൂമി ഒഴിവാക്കിക്കൊണ്ട് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഈ 10 കൊല്ലമായിട്ട് ഈ സർക്കാരുകൾ ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫെബ്രുവരി 7 മുതൽ സ്റ്റാർട്ട് ചെയ്ത സമരമാണ്. ഇതിന് ഞങ്ങൾ മുന്നോട്ടാണ്, ഞങ്ങൾ പിന്നോട്ടില്ല. കാരണം ഈ ഇടുക്കി ജില്ലയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോട് സഹകരിക്കണം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തമിഴ്നാടിന് വെള്ളം കൊടുക്കരുതെന്ന് നമ്മൾ പറയുന്നില്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്ക് വെള്ളം കൊടുക്കണം. അത് കൊടുത്തുകൊണ്ട് തന്നെ വേണം. നമ്മുടെ കേരള ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണം. 1.5 കോടി ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണിത്. ഇത് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരം കണ്ടെത്തി പരിഹാരം കണ്ടത്. തമിഴ്നാടും കേന്ദ്രവും സംസ്ഥാനവും കൂടിയിട്ടിരുന്ന് ആലോചിച്ചൊരു തീരുമാനമെടുത്ത പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം നമ്മുടെ ജീവൻ വെച്ചുള്ള കളിയാണ് ഇവര് പോരാടുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ഈ തവണ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ഇടുക്കി ജില്ല, ഈ 6-7 ജില്ലകളുടെ ജനങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ 30-ാം തീയതി കേസ് വെച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി ചോദിച്ചത് ഒരൊറ്റ ചോദ്യം, അതായത് എന്താണ് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാമിന്റെ അധികാരം, ലോക്കൽ സ്റ്റാൻഡ് എന്താണ്, ഇവർക്കൊരു കക്ഷി ചേരാനുള്ള അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കനുകൂലമായിട്ട് തന്നെ കേസുകൾ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഈ കേസ് ജയിക്കാനും
നമ്മുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇന്ന് രാവിലെ 10 മണി പഞ്ചായത്ത് നടക്കുന്ന ധർണയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും അത് വിജയിപ്പിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് സർക്കാർ കൊല്ലം മാറ്റിവെക്കുന്ന പണം, ആരൊക്കെ ഭൂസ്വത്തുകൾ, ആരൊക്കെ കാശുകൾ കൊടുക്കുന്നുണ്ടെന്ന് എല്ലാം ജയലളിത പ്രസ്താവന ഇറക്കിയതും കൂടിയാണ് 2014 എല്ലാവരും ഉറക്കം കിടന്ന സമരം കെട്ടഴിഞ്ഞിരിക്കുന്ന. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക. മുല്ലപ്പെരിയാർ ഡാം ജനത തമിഴ്നാട് വെള്ളം കൊടുക്കുക. ഇതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ദീർഘിക്കുന്നില്ല. ഞാൻ ഇതാണ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഞങ്ങൾ അടുത്തത് കട്ടപ്പനയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്.